أعوذ بالله من الشيطان الرجيم. وأما الجدار فكان لغلامين يتيمين في المدينة وكان تحته كنز لهما وكان أبوهما صالحا فأراد ربك أن يبلغا أشدهما ويستخرجا كنزهما رحمة من ربك وما فعلته عن أمري ذلك تأويل ما لم تستطع عليه صبرا. صدق الله العظيم. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ സൂക്ഷിച്ച് പാലിച്ച് ജീവിക്കണമെന്ന് വസിയ്യത്ത് ചെയ്യുകയാണ്, ഉത്ബോധിപ്പിക്കുകയാണ്. അബ്ബാസി ഖലീഫ അബൂ ജഅഫറുൽ മൻസൂർ ഖിലാഫത്ത് ഏറ്റെടുത്ത വേളയിൽ തന്റെ അധികാരാരോഹണത്തിന്റെ ആഘോഷമെന്ന നിലയിൽ രാജ്യത്തെ അറിയപ്പെടുന്ന പ്രമാണിമാർ, കവികൾ, സാഹിത്യകാരന്മാർ, ഇവരെ എല്ലാവരെയും തന്റെ കൊട്ടാരത്തിൽ ഒരുമിച്ച് കൂട്ടിയിരിക്കുകയാണ്. എല്ലാവരും ഖലീഫയെ പുകഴ്ത്തുന്ന, വാഴ്ത്തുന്ന, പ്രശംസിക്കുന്ന തിരക്കിലാണ്. ഇതിനിടെയാണ് രാഷ്ട്രത്തിലെ അറിയപ്പെടുന്ന വിശുദ്ധ ഖുർആൻ വ്യാഖ്യാതാവ്, പ്രഭാഷകൻ, ഭക്തൻ മുഖാത്തിൽ ഇബ്നു സുലൈമാൻ അബൂ ജഅഫർ അൽ മൻസൂറിന്റെ കൊട്ടാരത്തിലേക്ക് കടന്നു വരുന്നത്. മുഖാത്തിലിനെ കണ്ടതും ഖലീഫയുടെ മുഖം വിവർണമായി. തന്നെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്ന, പ്രശംസിച്ചുകൊണ്ടിരിക്കുന്ന ഈ സദസ്സിന് മുഖാത്തിൽ ഇബ്നു സുലൈമാൻ ഒരിക്കലും ഫിറ്റല്ല എന്ന് ഖലീഫക്ക് അറിയാമായിരുന്നു. എന്നാലും തന്റെ സങ്കടം, തന്റെ ആശങ്ക മറച്ചുവെച്ച് ഖലീഫ മുഖാത്തിൽ ഇബ്നു സുലൈമാനോട് ചോദിച്ചു, യാ സുലൈമാൻ, അങ്ങേയറ്റം ആത്മാർത്ഥത പ്രകടിപ്പിച്ചുകൊണ്ട് അദ്ദേഹം ആ പണ്ഡിതനോട് പറഞ്ഞു, താങ്കൾ എന്നെ ഉപദേശിച്ചാലോ? മുഖാത്തിൽ ഇബ്നു സുലൈമാൻ തിരിച്ചു ചോദിച്ചു, അഇളുക ബിമാ റഅയ്തു ഔ ബിമാ സമിഅത്, ഞാൻ കണ്ടത് വെച്ചാണോ അതല്ല കേട്ടറിഞ്ഞത് വെച്ചാണോ താങ്കളെ ഉപദേശിക്കേണ്ടത്? ബൽ ബിമാ റഅയ്ത്, താങ്കൾ താങ്കളുടെ കണ്ണുകൾ കൊണ്ട് കണ്ടത് വെച്ച് താങ്കൾ എന്നെ ഉപദേശിക്കുക. മുഖാത്തിൽ ഇബ്നു സുലൈമാൻ ഖലീഫ അബൂ ജഅഫർ അൽ മൻസൂറിനോട് പറഞ്ഞു, യാ അമീർ അൽ മുഅ്മിനീൻ, ഇന്നൽ ഖലീഫത്തുൽ ഉമവി ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി അൻജബ 11 വലദൻ വതറക 18 ദീനാറൻ. ഉമവി ഖലീഫയായിരുന്ന ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹം മരണപ്പെടുന്ന വേളയിൽ അദ്ദേഹത്തിന് 11 മക്കളുണ്ടായിരുന്നു. 18 ദീനാറായിരുന്നു അദ്ദേഹത്തിന്റെ അനന്തര സ്വത്ത്. കഫന ബി 5 ദനാനീർ, അതില് 5 ദീനാർ കഫം പുടവയ്ക്ക് വേണ്ടി മാറ്റിവെച്ചു. വസ്തറാ ലഹു ഖബർ ബി 4 ദനാനീർ, 4 ദീനാർ കൊണ്ട് അദ്ദേഹത്തിന് ഖബർ കുഴിക്കുകയും ചെയ്തു. ബാക്കി 9 ദീനാർ 11 മക്കൾക്ക് അനന്തര സ്വത്തായി ലഭിച്ചു. വൽ ഖലീഫത്തുൽ ഉമവി അൽ ആഖിർ ഹിശാം ബിൻ അബ്ദുൽ മലിക്
എന്നാൽ മറ്റൊരു ഉമവി ഖലീഫയായിരുന്ന ഹിശാം ഇബ്നു അബ്ദുൽ മലിക് മരണപ്പെടുന്ന വേളയിൽ അൻജബ അഹദ അശറ വലദ, അദ്ദേഹത്തിനും 11 മക്കൾ ഉണ്ടായിരുന്നു. വകാന നസീബു കുല്ലി വലദിൻ മിന തരിക അൽഫ് ദീനാർ. ഓരോ മക്കളും 10 ലക്ഷം ദീനാറായിരുന്നു അനന്തരമെടുത്തിരുന്നത്. അദ്ദേഹത്തിന്റെ ഭാര്യമാർക്ക് മാത്രം 80,000 ദീനാർ അനന്തര സ്വത്തുണ്ടായിരുന്നു. കൊട്ടാരങ്ങൾ മാറ്റിവെച്ച് മറ്റു സ്വത്തുവകകളൊക്കെ മാറ്റിവെച്ച്. ശേഷം മുഖാത്തിൽ ഇബ്നു സുലൈമാൻ ഖലീഫയോട് പറയുകയാണ്, ലഖദ് റഅയ്തു ഫീ യൗമിൻ വാഹിദിൻ അഹദ അബ്നാ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് യതസദ്ദഖു ബി100 ഫറസിൻ ഫീ സബീലില്ലാഹ് വഅഹദ അബ്നാ ഹിശാം ഇബ്നു അബ്ദുൽ മലിക് യതസവ്വലു ഫിൽ അസ്വാഖ്. ഒരു ദിവസം ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്. നേരത്തെ 11 മക്കൾക്ക് വേണ്ടി 9 ദീനാർ ബാക്കിയാക്കി മരിച്ച ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹത്തിന്റെ മക്കളിൽ ഒരാൾ അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ 100 കുതിരകളെ ദാനം ചെയ്യുന്നത് ഞാൻ കണ്ടു. അതേ ദിവസം ഓരോ മകനും 10 ലക്ഷം ദീനാർ ബാക്കിയാക്കി മരിച്ച നേരത്തെ പറഞ്ഞ സുലൈമാൻ ബിൻ അബ്ദുൽ മലിക് എന്ന് പറഞ്ഞ ഖലീഫ, ഹിശാം ബിൻ അബ്ദുൽ മലിക് എന്ന് പറഞ്ഞ ഖലീഫ, അദ്ദേഹത്തിന്റെ മകൻ അങ്ങാടിയിൽ ഇരക്കുന്നതായി ഞാൻ കണ്ടു. കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ പത്രത്തിൽ വായിച്ച ഒരു വാർത്ത, ഒരു കൗമാരക്കാരി, കൃത്യമായി പറഞ്ഞാൽ 13 വയസ്സുള്ള 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിനി ബന്ധുവിനെ കൊല്ലാൻ കൊട്ടേഷൻ കൊടുക്കുന്നു. കൊട്ടേഷൻ നടപ്പാക്കുന്നത് +1 +2 പഠിക്കുന്ന വിദ്യാർത്ഥികളാണ്. അത് വളരെ പ്രൊഫഷണലായി മുളകും പൊടിയൊക്കെ വിതറി ഗ്ലൗ ഒക്കെ ധരിച്ച് ആ ബന്ധുവിനെ കൈകാൽ കെട്ടിയിട്ട് ക്രൂരമായി കൊന്നു കളഞ്ഞിരിക്കുന്നുവെന്ന് വീഡിയോ കോളിലൂടെ കൊട്ടേഷൻ കൊടുത്ത 8ാം ക്ലാസ്സിലെ 13കാരിക്ക് കാണിച്ചു കൊടുക്കുന്നു. എന്തിനാണ് ചെയ്തത് എന്ന് ചോദിച്ചപ്പോൾ മൊബൈൽ ഫോൺ വാങ്ങണം, മോട്ടോർ സൈക്കിൾ വാങ്ങണം, അതിനുള്ള ക്യാഷ് ഉണ്ടാവണം. വളരെ ലളിതമായ മറുപടി, വളരെ ലളിതമായ ചിന്തയും. എവിടെ നിന്നാണ് ഈ ചിന്ത ഈ മക്കൾക്ക് പകർന്നു കിട്ടിയത് എന്ന് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? എന്റെ മുന്നിലിരിക്കുന്ന നിങ്ങളോടൊക്കെ നിങ്ങൾ എന്തിനു വേണ്ടിയാണ് ജീവിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഒരൊറ്റ ഉത്തരമായിരിക്കും നിങ്ങൾക്ക് ഉണ്ടായിരിക്കുക, എന്റെ മക്കൾക്ക് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത്. മക്കൾക്ക് വേണ്ടി എങ്ങനെയാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് ചോദിച്ചാൽ മക്കൾക്ക് വേണ്ടി നമ്മൾ രാപ്പകൽ കഷ്ടപ്പെട്ടുകൊണ്ടേ ഇരിക്കുന്നു, അധ്വാനിച്ചുകൊണ്ടേ ഇരിക്കുന്നു. ഒരുപാട് സമ്പത്ത് നമ്മൾ നേടിയെടുത്തു കഴിഞ്ഞാൽ നമുക്ക് സമാധാനത്തോടെ മരിക്കാം. നമ്മുടെ മക്കളൊക്കെയും സുരക്ഷിതരാണ് എന്നുള്ള ബോധത്തോടു കൂടി നമുക്ക് മരിക്കാം എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം. ആരാണ് പഠിപ്പിച്ചത്? ഒരുപാട് സമ്പത്ത് നേടിയെടുത്താൽ നമ്മളുടെ മക്കളുടെ ഭാവി സുരക്ഷിതമാണെന്ന കാഴ്ചപ്പാട് ആരാണ് നമുക്ക് പകർന്നു നൽകിയത്? വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ടോ? തിരുസുന്നത്ത് പഠിപ്പിച്ചിട്ടുണ്ടോ? നമ്മൾ വിശ്വസിക്കുന്ന ഈമാനിന്റെ തേട്ടമാണോ ഈ കാഴ്ചപ്പാട്? സമ്പത്ത് കൊണ്ട് മക്കൾ സുരക്ഷിതരാകുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ, അത് നമ്മൾ നമ്മുടെ മക്കളെ പറഞ്ഞു പഠിപ്പിക്കുന്നുണ്ട് എങ്കിൽ, നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് നമ്മുടെ മക്കൾ വളർന്നു വരിക. സമ്പത്തിന് വേണ്ടി അവർ പണിയെടുക്കും. ജാഹിലിയ കാലത്ത് അറബികൾക്കൊരു വിശ്വാസമുണ്ടായിരുന്നു, പെൺമക്കളെ വളർത്തുക എന്നുള്ളത് നഷ്ടമാണ്, സാമ്പത്തികമായ ചിലവാണ്. വഇദാ ബുശ്ശിറ അഹദുഹും ബിൽ ഉൻസ ളല്ല വജൂഹു മുസ്വദ്ദൻ വഹുവ കളീം യതവാറാ മിനൽ ഖൗമി മിൻ സൂഇ മാ ബുശ്ശിറ ബി അയുംസികുഹു അലാ ഹൂനിൻ അം യദുസ്സുഹു ഫിത്തുറാബ്. പെൺകുഞ്ഞാണ് പിറന്നു വീണത് എങ്കിൽ അയാൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുകയില്ല. അയാളുടെ മുഖം ദുഃഖം കൊണ്ട് കറുത്ത് കരുവാളിച്ചു പോകും.
ഈ എന്റെ പെൺകുഞ്ഞിന് ഞാൻ കുഴിച്ചു മൂടണമോ ജീവനോടെ, അതല്ല വളർത്തിയെടുക്കണമോ എന്ന ആശങ്കയിൽ അയാൾ ജീവിക്കും. എന്താണ് പ്രശ്നം? വളർത്തുന്നത് നഷ്ടമാണ്. അവർക്ക് വിശുദ്ധ ഖുർആൻ നൽകുന്ന ഒരു മറുപടിയുണ്ട്. വലാ തഖ്തുലൂ ഔലാദകും ഖശിയത ഇംലാഖ് നഹ്നു നർസുഖുഹും വഇയ്യാകും. നിങ്ങൾ ദാരിദ്ര്യം ഭയന്നുകൊണ്ടാണോ, അവരെ വളർത്തുന്നത് നഷ്ടമാണ് എന്നുള്ള ബോധ്യത്തിന്റെ പുറത്താണോ നിങ്ങൾ കുഴിച്ചു മൂടുന്നത് എങ്കിൽ നിങ്ങൾ തിരിച്ചറിയേണ്ടത് അവരുടെ റിസ്ക് മാത്രമല്ല, നിങ്ങളുടെ റിസ്ക്കും എന്റെ കയ്യിലാണ്. പടച്ചവൻ ആ കാഴ്ചപ്പാടിനെ തിരുത്തുന്നുണ്ട്. നമുക്ക് ചുറ്റും എത്രയെത്ര ആളുകളുണ്ട്, ലക്ഷങ്ങൾ സമ്പാദിച്ച് ആർമാദിച്ച് ജീവിച്ചിട്ടുള്ള ആളുകളെ, കൊട്ടാരങ്ങൾ പണിത് ജീവിച്ചിട്ടുള്ള ആളുകൾ മരണക്കിടക്കയിൽ ഒരിറ്റു വെള്ളം കിട്ടാതെ മരിച്ച എത്രയെത്ര ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. എല്ലാം ഇട്ടെറിഞ്ഞു പോയ, മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയ, സീറോ ബാലൻസുമായി മദീനയിലെത്തി മില്യാറുകൾ ബാക്കിയാക്കി മരിച്ചിട്ടുള്ള അശറത്തുൽ മുബശ്ശിരീനിൽപ്പെട്ട 6 സഹാബാക്കളുണ്ട്. നമുക്ക് എവിടെയാണ് പിഴച്ചത് എന്ന് നമ്മൾ ചിന്തിക്കണം. നമ്മുടെ മക്കളുടെ കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോൾ, നമ്മുടെ മക്കളെ നമ്മൾ വളർത്തിയെടുക്കുമ്പോൾ അവർക്ക് എന്താണ് കൊടുക്കേണ്ടത് എന്ന് ചിന്തിക്കുമ്പോൾ അവർക്ക് കാശ് കിട്ടുന്ന വലിയ ഒരു മരം തന്നെ നമ്മൾ നട്ടുവളർത്തണം എന്നുള്ളതാണ് കാഴ്ചപ്പാട്. നമ്മുടെ പോലും ഭാവി നമ്മുടെ കയ്യിലല്ല. പിന്നെ എങ്ങനെയാണ് നമ്മുടെ മക്കളുടെ ഭാവി നമ്മൾ സുരക്ഷിതമാക്കുക? മറ്റൊരു ഖലീഫ ഹാറൂൻ റഷീദ്, അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ഒരു പണ്ഡിതനായ ഇബ്നു സമ്മാക്ക് കടന്നു വരികയാണ്. അദ്ദേഹത്തോട് ഖലീഫ പറഞ്ഞു, കുറച്ച് വെള്ളം എടുത്തു തരൂ. അദ്ദേഹം അവസരം മുതലെടുത്തു. അദ്ദേഹം ഖലീഫയോട് ചോദിച്ചു, ലൗ മുനിഅത ഹാദിഹി ശുർബ ബികം തശ്തരീഹ, അല്ലയോ ഖലീഫ അമീറുൽ മുഅ്മിനീൻ, ഈ ഒരിറ്റ് വെള്ളമുണ്ടല്ലോ, ഇത് ഞാൻ താങ്കൾക്ക് നൽകിയിട്ടില്ല എങ്കിൽ ഇതിനു വേണ്ടി താങ്കൾ എത്ര ചെലവഴിക്കും? ഖലീഫ പറഞ്ഞു, എന്റെ രാഷ്ട്രം മുഴുവൻ ഞാൻ അതിന് കൊടുക്കും. ഇബ്നു സമ്മാക്ക് വീണ്ടും ചോദിച്ചു, താങ്കൾ അത് കുടിച്ചതിന് ശേഷം അത് പുറത്തേക്ക് പോകുന്നില്ല, താങ്കൾ എത്ര ചെലവഴിക്കും? അദ്ദേഹം പറഞ്ഞു, ബിമുൽക്കി, എന്റെ രാജ്യം മുഴുവൻ ഞാൻ അതിന് കൊടുക്കും. ഇബ്നു സമ്മാക്ക് അദ്ദേഹത്തോട് ചോദിച്ചു, ഇന്ന മുൽക്കൻ ഖീമതുഹു ശുർബത മാഇൻ ലജദീറുൻ അല്ലാ യുനാഫസ അലൈഹി, ഒരിറക്ക് വെള്ളത്തിന്റെ വിലയാണ് താങ്കളുടെ രാജ്യത്തിനുള്ളത് എങ്കിൽ അതിനു വേണ്ടിയാണോ നിങ്ങൾ കടിപിടി കൂടിക്കൊണ്ടിരിക്കുന്നത്? നമ്മുടെ ആയുസ് മുഴുവൻ നമ്മൾ സമ്പാദിച്ചിട്ടുള്ള സമ്പാദ്യം എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ ഒരിറക്ക് വെള്ളത്തിന്റെ, ഒരിറ്റ് വെള്ളത്തിന്റെ വില മാത്രമേ അതിനുണ്ടായിരിക്കുകയുള്ളൂ. അതാണ് ദുന്യാവ് എന്ന് പറയുന്നത്. നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട് സമ്പാദിച്ചിട്ടുണ്ട്. ഒരൊറ്റ നിമിഷം കൊണ്ട് പടച്ച തമ്പുരാൻ അതൊക്കെയും പിടിച്ചു വാങ്ങും. വമാൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഖുറൂർ. അതാണ് വിശുദ്ധ ഖുർആൻ ഇതൊരു മാജിക് ആണ്, ഒരു വഞ്ചനയാണ് എന്ന് ദുനിയാവിനെ കുറിച്ച് പറഞ്ഞത്. നമ്മൾ മക്കൾക്ക് കൊടുക്കേണ്ടത് സമ്പത്തല്ല, നമ്മൾ മക്കൾക്ക് കൊടുക്കേണ്ടത് മൂല്യങ്ങളാണ് പകർന്നു കൊടുക്കേണ്ടത്. നേരത്തെ പറഞ്ഞ ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹം മരണക്കിടക്കയിലാണ്. അദ്ദേഹത്തെ കാണാൻ വന്ന ആളുകൾ അദ്ദേഹത്തോട് ചോദിച്ചു, മാദാ തറക്ത ലി അബ്നായിക യാ ഉമർ, അല്ല ഉമർ, താങ്കൾക്ക് 11 മക്കളുണ്ട്, താങ്കൾ മരണക്കിടക്കയിലാണ്. മാദാ തറക്ത ലി അബ്നായിക യാ ഉമർ, അല്ല ഉമർ, താങ്കൾ എന്താണ് മക്കൾക്ക് വേണ്ടി ബാക്കിയാക്കിയത്? ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി അന്തസ്സോടുകൂടി പറഞ്ഞു, തറക്തു ലഹും തഖ്വല്ലാഹ്, ഞാൻ അവർക്ക് തഖ്വ പഠിപ്പിച്ചിട്ടുണ്ട്, ഞാൻ അവർക്ക് തഖ്വ പഠിപ്പിച്ചിട്ടുണ്ട്, അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുവാൻ ഞാൻ അവർക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. ഫഇൻ കാനൂ സ്വാലിഹീൻ ഫല്ലാഹു യതവല്ല സ്വാലിഹീൻ, അവര് നല്ല മക്കളായി വളരുകയാണ് എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ഏറ്റെടുക്കും. അതല്ല അവര് മോശമായിട്ടാണ് വളരുന്നത്, ഫഇൻ കാനൂ ഗൈറ ദാലിക് ഫലൻ അത്റുക ലഹും മാ ഉഈനുഹും അലാ മഅസിയത്തില്ലാഹ്, അവര് മോശപ്പെട്ട മക്കളായാണ് വളർന്നത് എങ്കിൽ
അവരെ വഴിതെറ്റിക്കുവാനുള്ള സമ്പത്ത്, ധിക്കാരം ചെയ്യുവാനുള്ള സമ്പത്ത് ഞാൻ അവർക്ക് ഒരുക്കി കൊടുത്തിട്ടില്ല. മക്കൾക്ക് കൊടുക്കേണ്ട അനന്തര സ്വത്ത് എന്ന് പറയുന്നത്, മക്കൾക്ക് നൽകേണ്ട പാരമ്പര്യം എന്ന് പറയുന്നത് അത് തഖ്വയുടെ പാരമ്പര്യമായിരിക്കണമെന്നാണ് വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. നമ്മൾ നല്ലവരായി വളർത്തിയിട്ടുണ്ട് എങ്കിൽ, നമ്മൾ നല്ല മാതാപിതാക്കളായി അവർക്ക് മാതൃക കാണിച്ചിട്ടുണ്ട് എങ്കിൽ അള്ളാഹു അവരെ സംരക്ഷിക്കും. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ കഹ്ഫിൽ ഒരു ചരിത്രം പറയുന്നുണ്ട്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമും ഖളിറും കൂടെ സഞ്ചരിക്കുകയാണ്. ഖിളിർ അല്ല, ഖളിറാണ്. ഖളിർ മലക്കാണ്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഇൽമ പഠിപ്പിക്കാൻ വേണ്ടി അള്ളാഹു പറഞ്ഞയച്ചതാണ്. അങ്ങനെ അവരെ യാത്ര ചെയ്ത് അവസാനം ഒരു ഗ്രാമത്തിലെത്തി. വിശന്ന് വലഞ്ഞാണ് നിൽക്കുന്നത്. ആ നാട്ടുകാരോട് ഭക്ഷണം ചോദിച്ചു. നാട്ടുകാർ ഭക്ഷണം കൊടുത്തില്ല. കുറച്ചുകൂടി സഞ്ചരിച്ച സന്ദർഭത്തിൽ അവര് ഒരു മതില് കണ്ടു. പൊളിഞ്ഞു വീഴാറായ മതിലാണ്. അങ്ങനെ ഖളിറും മൂസയും കൂടി ആ മതില് നന്നാക്കി. മതില് നന്നാക്കിയപ്പോ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഖളിറിനോട് പറഞ്ഞു, എന്നാൽ ഈ നന്നാക്കിയതിന്റെ കൂലി നമുക്ക് വാങ്ങിക്കൂടെ? നമ്മൾ വിശന്ന് വലഞ്ഞിരിക്കുകയല്ലേ. അതിനും കൂട്ടാക്കിയില്ല. അങ്ങനെ അവര് മുന്നോട്ട് പോയി. കുറച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം ഖളിർ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അദ്ദേഹം ചെയ്ത പ്രവർത്തനങ്ങളുടെയൊക്കെ രഹസ്യം, അതിന്റെ പിന്നിലുള്ള കാരണം വെളിപ്പെടുത്തുകയാണ്. അങ്ങനെ അദ്ദേഹം ഈ മതിലുമായി ബന്ധപ്പെട്ട് പറയുന്ന ഒരു വർത്തമാനമുണ്ട്. ഈ മതില് പട്ടണത്തിലെ യതീമുകളായ 2 കുട്ടികളുടെ മതിലാണ്. ഈ കുട്ടികളെ യതീമുകളാണ്. അവർക്കുള്ള ഒരു നിധി അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മതിലിന് കീഴിൽ വെച്ചിട്ടുണ്ട്. മതിൽ പൊളിഞ്ഞു വീണാൽ എന്താണ് സംഭവിക്കുക? ആ നാട്ടുകാർ ആർത്തി പൂണ്ട നാട്ടുകാരാണ്. സ്വാഭാവികമായും ആ യതീമുകൾക്ക് ആ നിധി ലഭിക്കുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പ്രവാചകനെ പറഞ്ഞയക്കുന്നു. ഒരു പ്രവാചകന്റെ കൂടെ ഒരു മലക്കിനെ പറഞ്ഞയക്കുന്നു. ആ മതില് നന്നാക്കിയിട്ട് ആ നിധി കാത്ത് സംരക്ഷിക്കുന്നു. ആർക്ക് വേണ്ടിയിട്ട്? ആ യതീമുകൾക്ക് വേണ്ടിയിട്ട് ആ നിധി കാത്ത് സംരക്ഷിക്കുന്നു. എന്താണ് കാരണം? വിശുദ്ധ ഖുർആൻ പറയുന്നു, വകാന അബൂഹുമാ സ്വാലിഹ. ആ കുട്ടികളുടെ ഉപ്പയുണ്ടല്ലോ, അയാൾ സ്വാലിഹായിരുന്നു, അയാൾ നല്ല മനുഷ്യനായിരുന്നു. അതുകൊണ്ട് ഫഅറാദ റബ്ബുക യബ്ലുഗ അശുദ്ധഹുമാ വയസ്തഖ്രിജ കൻസഹുമാ. ആ കുട്ടികൾ വളർന്നു വലുതാകുന്നത് വരെ ആ നിധി പടച്ച തമ്പുരാൻ കാത്തു സംരക്ഷിക്കും. ആ ഉപ്പ സ്വാലിഹായിരുന്നു എന്നുള്ളത് കൊണ്ട് ആ മക്കളെ യതീമുകളായ മക്കൾ വളർന്നു വലുതാകുന്നത് വരെ ആ സമ്പത്ത് പടച്ചവൻ കാത്തു സംരക്ഷിക്കും. ഇതല്ലേ നമ്മുടെ ഭയം എന്ന് പറയുന്നത്. ഈ ഭയത്തിനുള്ള പരിഹാരം പടച്ചവൻ പറഞ്ഞത് വകാന അബൂഹുമാ സ്വാലിഹ. നമ്മള് സ്വാലിഹികളായി വളരുന്നുവെങ്കിൽ, നമ്മൾ നല്ല മാതൃകകളായി നിലനിൽക്കുന്നുവെങ്കിൽ, ആ മാതൃകയിൽ നമ്മുടെ മക്കളെ നമ്മൾ വളർത്തിയെടുക്കുന്നുവെങ്കിൽ പടച്ചവൻ ഏറ്റെടുക്കും അവരുടെ കാര്യം. സഈദ് ഇബ്നു മുസയ്യിബ് റഹ്മത്തുള്ളാഹി അലൈഹി താബിഈ പണ്ഡിതനാണ്. അദ്ദേഹം എപ്പോഴും പറയാറുണ്ടായിരുന്നു, ലഅസീദന്ന ഫീ സ്വലാത്തി മിൻ അജ്ലിക റജാഅൻ നഹ്ഫൽ ഫീക്. മകനോട് പറയും, ഞാൻ എൻ്റെ സുന്നത്ത് നമസ്കാരങ്ങളൊക്കെ വർദ്ധിപ്പിക്കും. ഞാൻ എന്തിനാണ് സുന്നത്ത് നമസ്കാരങ്ങൾ വർദ്ധിപ്പിക്കുന്നത്? അള്ളാഹു നിന്നെ സംരക്ഷിക്കുന്നതിന് വേണ്ടി, അള്ളാഹുവിന്റെ കാവൽ നിനക്കുണ്ടാകുന്നതിന് വേണ്ടി ഞാൻ എൻ്റെ നമസ്കാരം വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുമെന്ന് സഈദ് ഇബ്നു മുസയ്യിബ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്. നമ്മളൊക്കെ വിചാരിച്ചിരിക്കുന്നത് നമ്മൾ നമ്മളുടെ സംരക്ഷണത്തിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ നമ്മുടെ സംരക്ഷണത്തിലാണ്, നമ്മുടെ മക്കളും നമ്മുടെ സംരക്ഷണത്തിലാണ് എന്നുള്ള വ്യാജ ധാരണയിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിന്റെ സംരക്ഷണത്തിലാണ് ദുനിയാവിലുള്ള എല്ലാ ജീവികളും. ഇന്ന വലിയല്ലാഹ് അല്ലദീ നസ്സലൽ കിതാബ് വഹുവ യതവല്ലസ് സ്വാലിഹീൻ. പടച്ചവന്റെ കാവലില്ല എങ്കിൽ നമ്മൾ എത്ര തന്നെ സമ്പാദിച്ചാലും, നമ്മൾ എത്ര തന്നെ ഒരുക്കൂട്ടി വെച്ചാലും നമ്മുടെ ഭാവിയോ അതുവഴി നമ്മുടെ മക്കളുടെ ഭാവിയോ സുരക്ഷിതമായി തീരുകയില്ല എന്ന് നമ്മൾ തിരിച്ചറിയണം.
നമ്മൾ എത്ര വലിയ വിഡ്ഢികളാണ്. നമ്മൾ വിചാരിച്ചിരിക്കുന്നത് നമ്മൾ കുറെ സമ്പാദിച്ചു കഴിഞ്ഞാൽ മരിക്കുന്ന വേളയിൽ സമാധാനത്തോടു കൂടി മരിക്കും. ഇത്രമാത്രം വിഡ്ഢികളാണല്ലോ നമ്മൾ. മരിക്കുന്ന വേളയിൽ നമ്മൾ നമ്മുടെ മക്കളെ കുറിച്ച് ചിന്തിക്കുമെന്നാണോ നമ്മൾ കരുതുന്നത്? മരിക്കുന്ന വേളയിൽ നമ്മൾ നമ്മളെ കുറിച്ച് മാത്രമേ ചിന്തിക്കുകയുള്ളൂ. സമാധാനത്തോടുകൂടി മരിക്കണമെങ്കിൽ പരലോകത്തിന് വേണ്ടി നമ്മൾ ഒരുക്കി വെക്കണം. പരലോകത്തിന് വേണ്ടി നമ്മൾ ഒരുക്കി വെച്ചിട്ടില്ല എങ്കിൽ സമാധാനത്തോടുകൂടി മരിക്കുവാൻ നമുക്കൊരിക്കലും സാധിക്കുകയില്ല. റിസ്ക് എന്നുള്ളത് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നത് സമ്പത്ത് എന്നുള്ള അർത്ഥത്തിലല്ല. റിസ്കിന്റെ ഒരു ഭാഗം മാത്രമാണ് സമ്പത്ത് എന്ന് പറയുന്നത്. ഈമാന് റിസ്കാണ്. തഖ്വ എന്ന് പറയുന്നത് റിസ്കാണ്. ഹിദായത്ത് എന്ന് പറയുന്നത് റിസ്കാണ്. ഈ പറയുന്ന റിസ്കുകളൊക്കെയും മാറ്റിവെച്ച് ധനം മാത്രമാണ് റിസ്ക് എന്നുള്ള വിശ്വാസത്തോടു കൂടിയാണ് നമ്മൾ ജീവിക്കുന്നത് എങ്കിൽ ആ ജീവിതം നമ്മെ പരാജയത്തിലേക്ക് നയിക്കും. നമ്മുടെ മക്കളുടെ ഭാവി എന്ന് പറയുന്നത് അവരുടെ ദീനിലാണ് നിലനിൽക്കുന്നത്. നമ്മുടെ മക്കളുടെ ഭാവി എന്ന് പറയുന്നത് അവരുടെ മൂല്യങ്ങളിലാണ് നിലനിൽക്കുന്നത്. നമ്മുടെ മക്കളുടെ ഭാവി എന്ന് പറയുന്നത് അവരുടെ ഈമാനിലാണ് നിലനിൽക്കുന്നത്. വിശുദ്ധ ഖുർആൻ അനന്തര സ്വത്ത് വീതം വെക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. അതിനിടയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന ഒരു വർത്തമാനം, വൽയഖ്ശല്ലദീന ലൗ തറകൂ മിൻ ഖൽഫിഹിം ദുർരിയതൻ ളിആഫൻ ഖാഫു അലൈഹിം. നമുക്കൊക്കെ ഭയം, നമ്മുടെ മക്കൾ ചെറുതല്ലേ, നമ്മൾ മരിച്ചു പോയാൽ കഷ്ടപ്പെടില്ലേ എന്നതാണ് ഭയമെങ്കിൽ ഫല്യത്തഖുല്ലാഹ വൽയഖൂലു ഖൗലൻ സദീദാ. തഖ്വ പഠിപ്പിക്കണം, തഖ്വ പകർന്നു നൽകണം. അതിനപ്പുറത്തേക്ക് ഒന്നും പകർന്നു നൽകുവാനില്ല. വകാന അബൂഹുമാ സ്വാലിഹ എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ തറക്തു ലഹും തഖ്വല്ലാഹ്, എന്റെ മക്കൾക്ക് ഞാൻ തഖ്വ പകർന്നു കൊടുത്തിട്ടുണ്ട് എന്ന് അന്തസ്സോടുകൂടി ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അത് തന്നെയാണ് നമ്മുടെ മാതൃക എന്ന് പറയുന്നത്. പ്രവാചകൻ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മരണക്കിടക്കയിലാണ്. മക്കളെയൊക്കെ വിളിച്ചു ചേർത്തു. നമ്മളെന്താണ് മക്കളോട് പറയാ? മക്കളെ, ഇന്ന ഇന്ന തോട്ടങ്ങളുണ്ട്, ഇതൊക്കെ നിങ്ങൾക്കുള്ളതാണ് എന്ന് പറയാൻ നമ്മുടെ കയ്യിലുള്ളൂ. പക്ഷേ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അം കുൻതും ശുഹദാ ഇദ് ഹളറ യാക്കൂബൽ മൗത്ത് ഇദ് ഖാല ലിബനീഹി മാ തഅബുദൂന മിൻ ബഅദി. മക്കളെയൊക്കെ വിളിച്ചു ചേർത്തിട്ട് യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് മരിക്കണമെങ്കിൽ സമാധാനം വേണം. മക്കളോട് ചോദിച്ചു, മാ തഅബുദൂന മിൻ ബഅദി, മക്കളെ, നിങ്ങൾ എനിക്ക് ശേഷം ആരെയാണ്, എന്തിനെയാണ് നിങ്ങൾ ഇബാദത്ത് ചെയ്യുക? ഖാലൂ നഅബുദു ഇലാഹക വഇലാഹ ആബായിക ഇബ്രാഹീമ വഇസ്മാഈല വഇസ്ഹാഖ ഇലാഹൻ വാഹിദ വനഹ്നു ലഹു മുസ്ലിമൂൻ. താങ്കളുടെ ഇലാഹിന്, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പരിചയപ്പെടുത്തിയിട്ടുള്ള ഇലാഹിന്, ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം പരിചയപ്പെടുത്തിയിട്ടുള്ള ഇലാഹിന്, ആ ഇലാഹിന് മാത്രമേ വനഹ്നു ലഹു മുസ്ലിമൂൻ, ഞങ്ങൾ മുസ്ലിങ്ങളായിട്ട് തന്നെ ജീവിക്കുക. ഇതിനേക്കാൾ വലിയൊരു സ്വപ്നം ഒരു പിതാവിനുമില്ല. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം എപ്പോഴും മക്കളെ കുറിച്ചായിരുന്നു ചർച്ച ചെയ്തിരുന്നത്. പടച്ചവൻ എന്തനുഗ്രഹം കൊടുത്താലും പടച്ചവനെ എന്റെ മക്കൾ, ഇന്നി ജാഇലുക ലിന്നാസി ഇമാമ, അല്ല ഇബ്രാഹിം, താങ്കളെ മാലോകർക്കുള്ള ഇമാമാക്കി മാറ്റിയിരിക്കുന്നു. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തിരിച്ചു ചോദിച്ചു, ഖാല വമിൻ ദുർരിയതി, പടച്ചവനെ എനിക്ക് മാത്രമാണ്, എന്റെ മക്കൾക്കും കൂടി കൊടുത്തുകൂടെ? മക്കൾ എന്നുള്ള വികാരത്തിലായിരുന്നു ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ജീവിച്ചു. റബ്ബനാ വജഅൽനാ മുസ്ലിമൈനി ലക വമിൻ ദുർരിയതിനാ ഉമ്മതൻ മുസ്ലിമതൻ ലക, പടച്ചവനെ ഞങ്ങളെ നീ മുസ്ലിങ്ങളാക്കി മാറ്റണമേ, ഞങ്ങളുടെ മക്കളെയും നീ മുസ്ലിങ്ങളാക്കി മാറ്റണമേ. ഇതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രാർത്ഥന. പരിശുദ്ധ കഅബാലയത്തിന്റെ അടുത്ത് വന്ന് താമസമാക്കുമ്പോൾ അദ്ദേഹം നടത്തുന്ന പ്രാർത്ഥനയുണ്ട്, പടച്ചവനെ ഞാനിവിടെ വന്നത് ഇവിടെ ഏറ്റവും നല്ല മെഡിക്കൽ കോളേജ് കണ്ടിട്ടൊന്നുമല്ല, ഞാൻ ഈ ഭവനത്തിന്റെ അടുത്ത് താമസമാക്കിയിട്ടുള്ളത് റബ്ബനാ ലിയുഖീമുസ് സ്വലാത്ത്, എന്റെ മക്കൾ നമസ്കാരം നിലനിർത്തുന്നതിന് വേണ്ടിയാണ്. റബ്ബി ജഅൽനി മുഖീമസ് സ്വലാത്തി വമിൻ ദുർരിയതി റബ്ബനാ വതഖബ്ബൽ ദുആ, പടച്ചവനെ എന്നെ നീ നമസ്കാരം നിലനിർത്തുന്നവനാക്കണമേ, എന്റെ മക്കളെയും നീ അങ്ങനെ ആക്കണമേ.
പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, നമ്മുടെ മക്കൾക്ക് ജീവിതവുമായി ബന്ധപ്പെട്ട് നമ്മൾ പകർന്നു നൽകുന്ന സന്ദേശം, മെസ്സേജ് എന്താണ് എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. ദുന്യാവാണ്, സമ്പത്ത് കൊണ്ട് ജീവിതത്തിൽ രക്ഷപ്പെടാം എന്നുള്ളതാണ് എങ്കിൽ നേരത്തെ പറഞ്ഞ ഹിഷാം ബിൻ അബ്ദുൽ മലിക്കിന്റെ മക്കൾ മില്യണുകൾ അദ്ദേഹത്തിന് അനന്തരമായി ലഭിച്ചിട്ട് യാചിച്ച ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്. അതല്ല, പടച്ചവനെ കുറിച്ചുള്ള, ദൈവഭക്തിയെ കുറിച്ചുള്ള പാഠങ്ങളാണ് പകർന്നു നൽകുന്നത് എങ്കിൽ ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ മക്കളുടെ പാഠങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഏതാണ് വേണ്ടത് എന്നുള്ളത് നമ്മളാണ് തീരുമാനിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനിന്റെ മാർഗത്തിൽ മക്കളെ വളർത്തുന്ന വിശ്വാസികളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ വീഴ്ചകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്ത് മാപ്പാക്കി നൽകുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാരക്ത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ്. അയ്യുഹന്നാസ് തഖുല്ലാഹ ഇബാദല്ലാഹ്. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധി വിലക്കുകൾ സൂക്ഷിച്ച് പാലിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി വസിയത്ത് ചെയ്യുകയാണ്, ഉത്ബോധിപ്പിക്കുകയാണ്. നമ്മുടെ മക്കൾക്ക് നമ്മൾ പകർന്നു നൽകുന്ന സ്വപ്നം, ആ സ്വപ്നം എന്താണ് എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും പരിശോധിക്കേണ്ടതുണ്ട്. വില കൂടിയ വാഹനങ്ങൾ, വില കൂടിയ കൊട്ടാരങ്ങൾ, വില കൂടിയ മൊബൈൽ ഫോണുകൾ, ഇതൊക്കെയാണ് ജീവിതത്തിൻ്റെ മാനദണ്ഡം എന്നാണ് നമ്മളും നമ്മളുടെ മക്കളും ധരിച്ച് വശമായിട്ടുള്ളത് എങ്കിൽ സ്വാഭാവികമായും സംഭവിക്കുന്ന കാര്യങ്ങളാണ് നേരത്തെ ഇവിടെ പരാമർശിച്ച വാർത്തയിൽ നമ്മൾ കേട്ടത്. മക്കൾക്ക് ശരിയായ ദിശ കാണിക്കുവാൻ, വലിയ വലിയ നല്ല സ്വപ്നങ്ങൾ പകർന്നു നൽകുവാൻ, മുഹമ്മദ് ബിൻ ഫാത്തിഹിൻ്റെ ചരിത്രത്തിൽ അദ്ദേഹത്തിൻ്റെ ഉമ്മ അവൻ ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് കോൺസ്റ്റാന്റിനോപ്പിളിൻ്റെ മതിലിങ്ങനെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തിട്ട്, ഇതാണ് നിനക്ക് കീഴടക്കുവാനുള്ള മതിൽ, വലനിഅമൽ അമീറു അമീറുഹ വലനിഅമൽ ജയ്ഷു ജയ്ഷുഹ, കണ്ടില്ലേ ഈ മതിൽ, അതിനെക്കുറിച്ചാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ലതഫ്തഹുന്നൽ ഖുസ്തന്തീനിയ, നിങ്ങൾ കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കുമെന്ന് പറഞ്ഞത്. അപ്പോൾ നീയായിരിക്കണം അത് കീഴടക്കേണ്ടത് എന്ന് മുഹമ്മദിന് ഉമ്മ പറഞ്ഞു പഠിപ്പിക്കുകയും അവസാനം ആ മുഹമ്മദുൽ ഫാത്തിഹ് കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കിയ മുഹമ്മദായി തീരുകയും ചെയ്തു എന്നുള്ളത് ചരിത്രമാണ്. അപ്പോൾ നമ്മൾ കാണിച്ചു കൊടുക്കുന്ന മതിലുകളാണ്, നമ്മൾ ചൂണ്ടിക്കൊടുക്കുന്ന പോയിന്റുകളാണ് നമ്മളുടെ മക്കള് ലക്ഷ്യമാക്കുക. അതുകൊണ്ട് നമ്മൾ എന്താണ് ചൂണ്ടുന്നത്, എന്താണ് കാണിച്ചു കൊടുക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ജാഗ്രത പാലിക്കണമെന്നാണ് എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുവാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ മക്കളെ സന്മാർഗത്തിൽ ചരിപ്പിക്കുമാറാവട്ടെ. നമ്മുടെ ഇഹലോകത്ത് കൺകുളിർമ നൽകുന്ന, നാളെ പരലോകത്ത് സ്വർഗത്തിലേക്ക് പിടിച്ചു വലിക്കുന്ന മക്കളാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ വളർത്തുമാറാവട്ടെ. നമ്മുടെ ഒക്കെയും കുടുംബങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സമാധാനം വർഷിക്കുമാറാവട്ടെ. സന്തോഷത്തോടു കൂടിയുള്ള ഇഹലോകത്തെ ജീവിതവും നാളെ പരലോകത്ത് സ്വർഗത്തിൽ ഏറ്റവും ഉന്നത സ്ഥാനത്തുള്ള ജീവിതവും നൽകി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഅ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിൽ ഹജാത്ത്. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين واذل الكفر والكافرين واذل الظلم والظالمين. اللهم كن لنا معينا في سفرنا وحضرنا وخليفة في أهلنا ومالنا واطمس على وجوه أعدائنا يا رب العالمين. اللهم اغفر لحينا وميتنا وشاهدنا وغائبنا
وصغيرنا وكبيرنا وذكرنا وأنثانا. اللهم اشف أمراضنا يا شافي الأمراض. اللهم اشف أمراض مرضانا يا شافي الأمراض. اللهم اشف أمراض من أوصانا بالدعاء يا شافي الأمراض. اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما. اللهم لا تجعل منا ولا فينا ولا معنا شقيا ولا مطرودا ولا ألما. اللهم لا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. آمين آمين برحمتك يا أرحم الراحمين. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.